മാരുതി, ആഞ്ജനേയൻ എന്നീ പേരുകളിലൊക്കെ അറിയപ്പെടുന്ന ഹനുമാനെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോ. ഹൈന്ദവ പുരാണങ്ങളിലെ വാനര ദൈവമായ അദ്ദേഹം ഭഗവാൻ ശ്രീരാമന്റെ സന്തത സഹചാരി കൂടിയാണ്. രാമായണത്തിന് പുറമെ മഹാഭാരതത്തിലും ഈ ഗദാധാരിയെപ്പറ്റി പരാമർശമുണ്ട്. വായുപുത്രനായും ശിവന്റെ അവതാരമായുമൊക്കെ അദ്ദേഹത്തെ കാണുന്നു. കേസരിയുടെയും അഞ്ജനയുടെയും മകനാണ് ശ്രീ ഹനുമാൻ. ഒരിക്കൽ അഞ്ജന വായുഭഗവാനെ പ്രാർത്ഥിക്കുകയായിരുന്നു. ഈ സമയത്താണ് ദശരഥ മഹാരാജാവ് പുത്രകാമേഷ്ടി യാഗം നടത്തുന്നത്. യാഗത്തിന്റെ ഫലമായി അദ്ദേഹത്തിന് ലഭിച്ച ദിവ്യ പായസം തൻ്റെ 3 പത്നിമാർക്കുമായി ദശരഥൻ നൽകി. ആ സമയം ഒരു പക്ഷി ദിവ്യമായ ആ പായസത്തിന്റെ ഒരംശം എടുത്ത് അഞ്ജനയുള്ള വനത്തിന് മുകളിൽ വെച്ച് താഴേക്ക് നിക്ഷേപിച്ചു. അത് വായുദേവൻ കൃത്യമായി അഞ്ജനയുടെ കൈകളിൽ എത്തിക്കുകയും ചെയ്തു. ഇതുകൊണ്ട് തന്നെയാണ് ഭഗവാൻ ഹനുമാനെ പലയിടത്തും വായുപുത്രനായി പറയുന്നത്. ഹനുമാൻ എന്ന വാക്കിനുള്ള ഒരർത്ഥം വികൃതമായ താടിയലുള്ളവൻ എന്നാണ്. ഇനി ഇതിനു പിന്നിലുള്ള സംഭവം നോക്കാം. ഹനുമാൻ തൻ്റെ കുട്ടിക്കാലത്തൊരിക്കൽ പഴുത്ത പഴമാണെന്ന് തെറ്റിദ്ധരിച്ച് സൂര്യനെ വിഴുങ്ങാൻ ശ്രമിച്ചു. ഉടനെ ഇന്ദ്രദേവൻ ഇടിമിന്നൽ കൊണ്ടടിച്ച് അത് തടഞ്ഞു. അത് തട്ടി തൻ്റെ താടിയല്ലൊടിഞ്ഞ് ഹനുമാൻ ഭൂമിയിലേക്ക് വീണു. ഇതുകൊണ്ടാണ് ഹനുമാൻ എന്ന പേര് വന്നത്. എന്നിരുന്നാലും ഇത് കണ്ട് അസ്വസ്ഥനായ വായു ഭഗവാൻ ഭൂമിയിൽ നിന്ന് മുഴുവൻ വായുവും പിൻവലിച്ചു. അപ്പോൾ തന്നെ ഭഗവാൻ ശിവൻ ഇടപെടുകയും ഹനുമാനെ പുനർജീവിപ്പിക്കുകയും ചെയ്തു. തുടർന്ന് ഹനുമാന്റെ ശരീരം വജ്രം പോലെ ശക്തമായിരിക്കുമെന്ന് ഇന്ദ്രനും, അഗ്നി ഉപദ്രവിക്കില്ലെന്ന് അഗ്നിദേവനും, ജലം ഉപദ്രവിക്കില്ലെന്ന് വരുണദേവനും, വായുവിനെ പോലെ വേഗമുണ്ടായിരിക്കുമെന്ന് യഥാക്രമം വായുദേവനും വരം നൽകി. അങ്ങനെ കുറച്ചു കാലങ്ങൾക്ക് ശേഷം ഹനുമാൻ തൻ്റെ ശക്തികൾ സാധാ ജനങ്ങൾക്ക് മേൽ തമാശയ്ക്കായി പ്രയോഗിക്കാനായി തുടങ്ങി. അങ്ങനെ ഒരു നാൾ ഒരു ഋഷി ശക്തികളൊക്കെ മറന്നു പോകട്ടെ എന്ന് ഹനുമാനെ ശപിച്ചു. രാമനും ലക്ഷ്മണനും സീതയെ അന്വേഷിച്ച് കിഷ്കിന്ധയിലെത്തുകയും ലക്ഷ്യം നേടുന്നതിനായി വാനരസേനയുടെ സഹായം തേടുകയും ചെയ്യുന്നു. അങ്ങനെ അവർ 4 ദിക്കിലേക്കും സീതയെ അന്വേഷിക്കാനായി സഹായികളെ അയച്ചു. സുഗ്രീവൻ, ജാംബവാൻ, ഹനുമാൻ എന്നിവർ തെക്കുഭാഗത്തേക്കാണ് പോയത്. ഭാരതത്തിന്റെ തെക്കേ അറ്റത്തുള്ള ലങ്ക എന്ന ദ്വീപിനടുത്ത് അവരെത്തുകയും സമുദ്രം കടക്കാൻ കഴിയാത്തതിനാൽ അവിടെ തടസ്സപ്പെടുകയും ചെയ്യുന്നു. തുടർന്ന് ജാംബവാൻ ഹനുമാൻ കുട്ടിക്കാലത്ത് ചെയ്ത കാര്യങ്ങൾ വിവരിച്ചു കൊടുക്കുകയും ശാപം മാറ്റുകയും ചെയ്യുന്നു. അങ്ങനെ ഹനുമാൻ സമുദ്രം ചാടിക്കടന്ന് സീതയെ ലങ്കയിൽ കണ്ടുപിടിക്കുകയും ചെയ്തു. അവിടെ വെച്ച് ഹനുമാൻ സ്വയം രാവണൻ സേവകന്മാരുടെ കയ്യിൽ അകപ്പെടുകയും ചെയ്യുന്നു. ഹനുമാനെ ശിക്ഷിക്കാനായി വാലിൽ തുണി കെട്ടി അഗ്നി കൊളുത്താൻ രാവണൻ കൽപ്പിച്ചു. എന്നിരുന്നാലും തുണി കെട്ടുന്നതിനനുസരിച്ച് ഹനുമാന്റെ വാൽ വളർന്നുകൊണ്ടിരുന്നു. അവസാനം തീ കൊളുത്തിയപ്പോൾ ഹനുമാൻ ലങ്ക മൊത്തം അഗ്നിക്കിരയാക്കുകയും ചെയ്തു. ഈ കാര്യങ്ങൾ തിരിച്ചുപോയി പറഞ്ഞതിനു ശേഷമാണ് അവർ യുദ്ധത്തിനായി വീണ്ടും ലങ്കയിൽ വരുന്നത്. യുദ്ധത്തിനിടയിൽ ഒരിക്കൽ ലക്ഷ്മണനെ സാരമായി പരുക്കേറ്റു. കൈലാസ സന്നിധിയിലെ വൃഷഭാദ്രി പർവ്വതത്തിലുള്ള 4 ദിവ്യ ഔഷധങ്ങളിലൊന്നായ മൃതസഞ്ജീവനിയില്ലാതെ ജീവൻ നിലനിർത്താനാവില്ലെന്ന അവസ്ഥ വന്നു. ഹനുമാൻ അത് കണ്ടുപിടിക്കാൻ പോവുകയും അവിടെ ധാരാളം മറ്റ് ഔഷധ സസ്യങ്ങളുണ്ടെന്ന കാര്യം മനസ്സിലാക്കുകയും ചെയ്തു. സസ്യം മാറിപ്പോകുമെന്ന അവസ്ഥ വന്നപ്പോൾ ഹനുമാൻ പർവ്വതത്തിന്റെ വലുപ്പത്തിലേക്ക് വളരുകയും പർവ്വതം പറിച്ചെടുത്ത് യുദ്ധഭൂമിയിലേക്ക് മടങ്ങുകയും ചെയ്തു. യുദ്ധശേഷം സഹായികൾക്കെല്ലാം ശ്രീരാമൻ സമ്മാനങ്ങൾ നൽകി. എന്നാൽ ഹനുമാൻ തനിക്കു കിട്ടിയത് വലിച്ചെറിഞ്ഞു. തനിക്ക് രാമനെ ഓർക്കാൻ ഒരു സമ്മാനം ആവശ്യമില്ലെന്നും തൻ്റെ ഹൃദയത്തിൽ എപ്പോഴും രാമൻ ഉണ്ടായിരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. സദസ്സിലുള്ള ചിലർ സംശയം ഉന്നയിച്ചതിനാൽ ഹനുമാൻ തൻ്റെ നെഞ്ച് വലിച്ചു കീറി. അവിടെ തീർച്ചയായും ഭഗവാൻ ശ്രീരാമൻ തന്നെയായിരുന്നു. തുടർന്ന് ശ്രീരാമൻ ഹനുമാനെ അമരത്വം വരമായി നൽകി. നൂറ്റാണ്ടുകൾ കഴിഞ്ഞു. ഹനുമാൻ ഇപ്പോൾ ഒരു വനത്തിലാണ് ജീവിക്കുന്നത്.
ഒരിക്കൽ ഭീമൻ തൻ്റെ ഭാര്യയ്ക്ക് കുറച്ച് പുഷ്പങ്ങൾ പരതി അതുവഴി വന്നു. ഇതറിഞ്ഞ ഹനുമാൻ ഭീമനെ ഒന്ന് പരീക്ഷിക്കാമെന്ന് തീരുമാനിച്ചു. അതിനായി ഒരു വൃദ്ധനായ കുരങ്ങിൻ്റെ രൂപത്തിൽ നിലത്ത് കിടന്നു. അതുവഴി വന്ന ഭീമൻ ആ വൃദ്ധനായ കുരങ്ങിനോട് മാറാൻ പറഞ്ഞു. ഒരു വ്യക്തിയെ കടന്നു വയ്ക്കുന്നത് അനാദരവായതിനാൽ തൻ്റെ വാൽ ഉയർത്തി കടന്നു പോകാനായി ഹനുമാൻ പറഞ്ഞു. ഭീമൻ അതനുസരിച്ചു. എന്നാൽ എത്ര ശ്രമിച്ചിട്ടും വാൽ ഉയർത്താനായില്ല. സംശയം തോന്നിയ ഭീമൻ ഹനുമാനോട് സ്വയം വെളിപ്പെടുത്താൻ ആവശ്യപ്പെട്ടു. അങ്ങനെ അത് ഹനുമാനാണെന്ന് മനസ്സിലാക്കുകയും അവർ ആലിംഗനം ചെയ്യുകയും ചെയ്തു.